യോശുവയുടെ ആക്രോശം എന്ന ശീർഷകത്തിലുള്ള ദൈവവചനം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേല്യർ പാപദേശമായ മിസ്രയീം വിട്ട് വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് പുറപ്പെട്ടു. അവരുടെ 40 വർഷത്തെ യാത്ര വിവിധതരം ശുദ്ധീകരണങ്ങളാൽ നിറഞ്ഞ ഒരു നീണ്ട കാലയളവായിരുന്നു. എന്നാൽ അവസാനം ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അവർ കനാനിൽ പ്രവേശിച്ചു. കനാനിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളെയും തന്റെ ജനത്തിന് ദേശം നൽകുവാൻ ദൈവം കീഴടക്കി. അതിനെ കീഴടക്കാൻ അവരെ അനുവദിച്ചു. പ്രക്രിയയിലുടനീളം ദൈവം ഇസ്രായേല്യരോടൊപ്പമുണ്ടായിരുന്നു. അവരുടെ വിജയം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൂർത്തിയാക്കപ്പെട്ടു. യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് അവരുടെ യാത്ര കണ്ടെത്തുവാൻ കഴിയും. മിസ്രയീമിൽ നിന്നു വന്ന 6 ലക്ഷം പുരുഷന്മാരിൽ യോശുവയും കാലേബും മാത്രമാണ് കനാനിൽ പ്രവേശിച്ചതെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർക്ക് കനാനിൽ പ്രത്യാശയുണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, അവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനത്തിലും വിശ്വാസമുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നാം സ്വീകരിക്കുന്നില്ലേ? സ്വർഗത്തിലെ നിത്യരാജ്യം അടുത്തുവരികയാണ്. 40 വർഷത്തെ യാത്രയിൽ ഇതിലും നല്ലത് നാം മരുഭൂമിയിൽ ജീവിക്കുന്നതല്ലേ? അല്ലെങ്കിൽ നാം മിസ്രയീമിൽ പാർത്തിരുന്നതുപോലെ ആ നാളുകളിലേക്ക് മടങ്ങിപ്പോകുന്നതല്ലേ നല്ലത് എന്ന് ഇസ്രായേല്യർ പറഞ്ഞു. ബൈബിൾ വിവിധതരം ആളുകളെ വിവരിക്കുന്നു. ഈ യുഗത്തിലും ദൈവത്തിൽ വിശ്വസിക്കുകയും സ്വർഗരാജ്യത്തിനായി പ്രത്യാശിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ അവർ ലൗകിക മോഹങ്ങൾക്ക് കീഴടങ്ങുകയും മുൻകാലങ്ങളിൽ തങ്ങൾക്കുണ്ടായിരുന്ന ആനന്ദത്തെ അനുസ്മരിക്കുകയും നിത്യസ്വർഗരാജ്യത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. യോശുവയ്ക്കും കാലേബിനും വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് എന്ന് ദൈവം പറഞ്ഞു. ഇക്കാരണത്താൽ അവർ തീർച്ചയായും കനാൻ ദേശത്ത് പ്രവേശിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. ഇപ്രകാരം ദൈവം ഒരു വാഗ്ദാനം ചെയ്യുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വ്യക്തി അത്തരമൊരു ആസ്വാദ്യകരമായ ജീവിതം നയിക്കുന്നു, പക്ഷേ എന്റെ കാര്യമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് ആളുകൾ സ്വയം മറ്റുള്ളവരുമായി വിഡ്ഢിത്തമായി താരതമ്യം ചെയ്യുന്നു. മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു മഹത്തായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സിയോനിലെ എല്ലാ മക്കളും ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നില്ലേ? അവിടുന്ന് മഹത്വമേറിയ സ്വർഗരാജ്യം നമുക്കുവേണ്ടി ഒരുക്കിയില്ലേ? ഈ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയവരുടെ അതേ ചിന്ത നമുക്ക് ഉണ്ടായിരിക്കരുത്. 3500 വർഷം മുമ്പുള്ള ചരിത്രത്തിലൂടെ ഈ യുഗത്തിൽ നമ്മുടെ ദിശ നാം നിർണയിക്കുന്നവരാകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ ഒറ്റുനോക്കുന്നവരെ കനാനിലേക്ക് അയക്കുകയും അവർ പര്യവേക്ഷണം ചെയ്ത കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം പേരും ഒരു മോശമായ റിപ്പോർട്ടാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ യോശുവയും കാലേബും അങ്ങനെ ചെയ്തില്ല. അത് ദൈവം നൽകിയ ഒരു വാഗ്ദാനമാണെന്നും അത് ഒരിക്കലും മാറില്ലെന്നും അവർ ഉറപ്പു നൽകി. അവർ ഇങ്ങനെ പറഞ്ഞു: അവരുടെ സംരക്ഷണം പോയിരിക്കുന്നു, എന്നാൽ കർത്താവ് നമ്മോടൊപ്പമുണ്ട്, അവരെ ഭയപ്പെടരുത്. യോശുവ എന്താണ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത്? ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. കനാനിലെ ഭീമന്മാരായ അനാക്യരോട് യോശുവയ്ക്കും ഭയം തോന്നിയിരിക്കണം. അവൻ മറ്റ് 10 ചാരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. എന്നിരുന്നാലും ഇതിൽ വ്യത്യാസമുണ്ട്. അവർ ഒരേ കാര്യങ്ങൾ കാണുകയും ഒരേ തരത്തിലുള്ള ഭയം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും യോശുവയുടെയും കാലേബിന്റെയും ഹൃദയങ്ങളിൽ ദൈവം ജീവിക്കുകയും ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ തികഞ്ഞ വിശ്വാസം പുലർത്തുകയും ചെയ്തു.
믿음이 있었습니다. എന്നിരുന്നാലും മറ്റുള്ളവർ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിരാകരിച്ചുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ നോക്കുകയും യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ കോട്ട കീഴടക്കാൻ കഴിയില്ല. അവരുടെ മുന്നിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെയാണ്. നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്ന് അവർ പറഞ്ഞു. ദൈവം അവർക്ക് ദേശം വാഗ്ദാനം ചെയ്തിട്ടും അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നിരുത്സാഹപ്പെടുകയും ചെയ്തു. നമ്മുടെ ഈ യുഗത്തിൽ ചരിത്രം ആവർത്തിക്കുന്നു. എല്ലാവരോടുമായി നമ്മൾ എങ്ങനെയുള്ള ആളുകളായിത്തീരണം? ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തിൽ യോശുവയെയും കാലേബിനെയും പോലെ വിശ്വാസമുള്ളവരാകണം. അതോ അവരുടെ മുന്നിൽ നാം വെട്ടുക്കിളികളെ പോലെയാണെന്ന് കരുതി നാം കൈ വെടിയണമോ? നാം പല ഉപമാർഗങ്ങളുള്ള ഒരു യുഗത്തിലാണ് ഇപ്പോൾ. അവരെ പോലെയുള്ള അതേ സ്ഥാനത്താണ് നാം ഉള്ളത്. സ്വർഗരാജ്യത്തിനായി നമുക്ക് ശക്തമായ പ്രത്യാശയില്ലെങ്കിൽ വിവിധ പ്രശ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനായി യാതൊരു തയ്യാറെടുപ്പും നടത്താതെ മറ്റെല്ലാവരെയും പോലെ അത് പരീക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാമും ചിന്തിച്ചേക്കാം. തത്ഫലമായി നാം പല പ്രലോഭനങ്ങളും നമ്മുടെ മേൽ വരുത്തിയേക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. ദേശം പര്യവേക്ഷണം ചെയ്തവരിൽപ്പെട്ട നൂന്റെ മകനായ യോശുവയും യെഫുന്നെയുടെ മകനായ കാലേബും ഇസ്രായേൽ സഭയോട് ഒക്കെയും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ കടന്നുചെന്നു പരിശോധിച്ച ദേശം ഏറ്റവും നല്ലതും കർത്താവിന് നമ്മിൽ പ്രസാദമുണ്ടെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നയിക്കുകയും അത് നമുക്ക് നൽകുകയും ചെയ്യും. യഹോവയോട് മത്സരിക്കരുത് എന്ന് മാത്രം. ദേശത്തെ ജനങ്ങളെ ഭയപ്പെടേണ്ട, ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. അവരുടെ സംരക്ഷണം പോയിരിക്കുന്നു, എന്നാൽ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അവരെ ഭയപ്പെടരുത്. ഇതായിരുന്നു യോശുവയുടെ ആക്രോശം. ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. കർത്താവിന് നമ്മിൽ പ്രസാദമുണ്ടെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നയിക്കുകയും അത് നമുക്ക് നൽകുകയും ചെയ്യും. ഈ രീതിയിൽ തങ്ങളുടെ ശത്രുക്കൾ എത്ര ശക്തരായിരുന്നാലും അവരുടെ കോട്ടകൾ എത്ര അദൃശ്യമായിരുന്നാലും ഇസ്രായേല്യർക്ക് ദേശം നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് അവർ ആക്രോശിച്ചു. അവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. ഈ രണ്ടുപേർ മാത്രമാണ് കനാനിൽ പ്രവേശിച്ചത്. മിസ്രയീമിൽ നിന്ന് പുറത്തുവന്ന 20 വയസ്സും അതിനു മുകളിലുമുള്ള 6,00,000 പുരുഷന്മാരിൽ 2 പേർ മാത്രമാണ് കനാൻ ദേശത്ത് പ്രവേശിച്ചത്. ഇന്ന് സ്വർഗരാജ്യത്തിൽ സമ്പൂർണ്ണ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയൂ എന്ന വിശ്വാസത്തിലേക്ക് നമ്മെ ഉണർത്താനാണ് ദൈവം ഈ ചരിത്രം 3500 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചത്. ശരിയല്ലേ? നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിശയകരമായ കാഴ്ചകളും ആകർഷകമായ പ്രലോഭനങ്ങളും ആകർഷകമായ ജീവിതശൈലിയാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ ജിജ്ഞാസയെ ജ്വലിപ്പിക്കുകയും അസൂയ ഇളക്കുകയും മറ്റുള്ളവർ ആസ്വദിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള വാഞ്ചയെ ഉണർത്തുകയും ചെയ്തേക്കാം. എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എവിടെയായിരിക്കണം? നാം ഇപ്പോൾ നടക്കുന്ന പാത ആത്മീയ കനാനിലേക്ക് നയിക്കുന്ന പാതയാണ്. നാം നിത്യ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലല്ലേ? നമുക്ക് ചുറ്റുമുള്ള 10,000-കണക്കിന് കാര്യങ്ങളാൽ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ കുലുക്കുകയാണ്. എല്ലാവരോടുമായി നാം ജാഗ്രത പാലിക്കണം. ഇത് ഒരു വലിയ കാര്യമല്ല, മറ്റെല്ലാവരും അത് ചെയ്യുന്നില്ലേ എന്ന് ചിന്തിക്കുന്നതിനു പകരം നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നാം വിശ്വസിക്കണം. അക്കാലത്തിൽ യോശുവ ആക്രോശിച്ചതുപോലെ നാം അതിൽ പങ്കുചേരണം. ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും.
യോശുവയ്ക്ക് വലിയ ധൈര്യവും ഒരു സൈന്യത്തെ അണിനിരത്തുന്നതിൽ മികവും ഉണ്ടായിരുന്നതുകൊണ്ടല്ല അവൻ ആക്രോശിച്ചത്. തന്റെ പോരായ്മകൾക്കിടയിലും കനാൻ തീർച്ചയായും ഇസ്രായേല്യരുടേതായിത്തീരുമെന്ന് അവൻ ബോധ്യമുണ്ടായിരുന്നു, കാരണം അത് അവർക്ക് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. സ്വർഗരാജ്യത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്വർഗരാജ്യത്തിൽ തികഞ്ഞ വിശ്വാസമുണ്ടായിരിക്കുകയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിവിധ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിയും. അല്ലാത്തപക്ഷം ആ വ്യക്തി അങ്ങനെ ജീവിക്കുന്നു, ഈ വ്യക്തി ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ലോകത്തെ നോക്കും. ആദ്യം സ്വർഗരാജ്യത്തിന് ഉയർന്ന മുൻഗണന നൽകി, പിന്നീട് അത് രണ്ടാമതും പിന്നീട് മൂന്നാമതുമായി മാറി, പിന്നീട് ക്രമേണ അതിന്റെ മുൻഗണന കുറഞ്ഞു. ഇങ്ങനെയാണ് ഇസ്രായേല്യർ സ്വർണ്ണ കാളക്കുട്ടിയെ നമസ്കരിക്കുകയും മോവാബ്യ സ്ത്രീകളാൽ വഴിതെറ്റിക്കപ്പെടുകയും ചെയ്തത്. ഈ ഖേദകരമായ ചരിത്രം എന്തിനാണ് ദൈവം ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യുഗത്തിൽ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ യോശുവയെയും കാലേബിനെ പോലുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ സമ്പൂർണ്ണ വിശ്വാസമില്ലാതെ അവർക്കുണ്ടായിരുന്നതുപോലുള്ള വിവിധ കാരണങ്ങളാൽ നാം നശിപ്പിക്കപ്പെടും. സ്വർഗത്തിലെ നിത്യരാജ്യം അടുത്തുവരികയാണ്. യോശുവ ആ ജനത്തെ നിന്ദിച്ചതിനാലല്ല ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞത്, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനം യോശുവയുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നതിനാലാണ്. തന്റെ ശത്രു എത്ര വലിയവനായിരുന്നാലും അത് ദൈവത്തിന്റെ വാഗ്ദാനമായതിനാൽ അവിടുന്ന് ദേശം കീഴടക്കുമെന്നും അങ്ങനെ യെരിഹോയിലേക്ക് പ്രവേശിക്കാൻ അവന് സാധിക്കുമെന്നും ജയം സുഗമമായി മുന്നോട്ടു പോകുമെന്നും യോശുവ വിശ്വസിച്ചു. ഇന്ന് യോശുവയുടെ ആക്രോശം എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉണർത്താം. 40 വർഷമല്ല 400 വർഷം കടന്നുപോയാലും നമ്മുടെ വിശ്വാസം മാറ്റമില്ലാതെ തുടരണം. ബൈബിളിൽ ദൈവം കൃപയോടെ കാലേബിനെക്കുറിച്ചുള്ള ഒരു കഥയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെയുള്ള 40 വർഷത്തെ യാത്രയും കനാനെ പിടിച്ചടക്കുന്നതിനും ശേഷമായിരുന്നു. അങ്ങനെ ഏകദേശം 45 വർഷം കടന്നുപോയി. അദ്ദേഹത്തിന് 40 വയസ്സുള്ളപ്പോൾ കനാൻ പര്യവേക്ഷണം ചെയ്യാൻ വിളിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് 85 വയസ്സായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. അതിനാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പർവ്വതപ്രദേശത്തിനായി അദ്ദേഹം സ്വയം അഭ്യർത്ഥിച്ചു. ഭീമന്മാരുടെ വംശമായ അനാക്യർ ആ പ്രദേശത്ത് ജീവിക്കുകയായിരുന്നു. അവരുടെ വലിയ ഉയരത്തിനും അതിശയകരമായ ശക്തിക്കും പേരുകേട്ട ഒരു ഗോത്രം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 85 വയസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഈ മല ഇപ്പോൾ എനിക്കു തരിക, ഞാൻ അവരെ ഓടിച്ചുകളയും. മറ്റുള്ളവർ ഇതിനകം തന്നെ അലംഭവാമുള്ളവരായിത്തീർന്നിരുന്നു. ഇത് യോശുവയെ അസ്വസ്ഥനാക്കി. അതിനാൽ അവൻ അവരെ പ്രേരിപ്പിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്കു തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഇത് യോശുവ 18-ൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഈ യുഗത്തിലും കാലേബിന്റെയും യോശുവയുടെയും അതേ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവം അവർക്ക് കനാൻ വാഗ്ദാനം ചെയ്തതുപോലെ സ്വർഗരാജ്യം അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലം സുരക്ഷിതമാക്കാൻ 85-ാം വയസ്സിൽ പോലും കാലേബ് ധൈര്യപൂർവ്വം സമ്മർദ്ദം ചെലുത്തുകയും മറ്റുള്ളവർ പോകാൻ ഭയപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ധൈര്യപൂർവ്വം പോകുകയും ചെയ്തു. ഇത് വാഗ്ദാന ദേശമായതിനാൽ
നിവാസികൾ അനാക്യരെക്കാൾ വലുതാണെങ്കിൽ പോലും അവിടുന്ന് തീർച്ചയായും അവരെ പുറത്താക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ടുപോയ കാലേബിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാലേബിന്റെ വിശ്വാസത്തിന്റെ ആത്മാവ് മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്ന് ദൈവം പറഞ്ഞു. അതിനാൽ ദൈവം യോശുവയെയും കാലേബിനെയും പ്രത്യേകമായി സ്തുതിക്കുകയും കനാനിൽ പ്രവേശിക്കുവാൻ അവരെ മാത്രം അനുവദിക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ നമുക്ക് ഇരയാകുന്നു. അത് വാക്യം 9. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ഇതായിരുന്നു യോശുവയുടെ ആക്രോശം. കാനാനിൽ ആർക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ രണ്ടു പുരുഷന്മാർ മാറി. കാലേബിനെ ദൈവം എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് നമുക്ക് നോക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം: നീ ചോദിച്ചതുപോലെ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നിരുന്നാലും തീർച്ചയായും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും യഹോവയുടെ മഹത്വം ഭൂമി മുഴുവനും നിറയുമ്പോഴും എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടവരിൽ ഒരുത്തനും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും ചെയ്തവനല്ല. അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്ത ദേശം അവരിൽ ആരും കാണുകയില്ല. എന്നോട് നിന്ദയോടെ പെരുമാറിയ ആരും ഒരിക്കലും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിൻ, അവൻ എന്താണുള്ളത്? വ്യത്യസ്തമായ ഒരു ആത്മാവുള്ളതിനാൽ അവന്റെ വിശ്വാസം വഴിതെറ്റിപ്പോയവരുടെ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ദൈവം പറഞ്ഞു. ഇംഗ്ലീഷ് ബൈബിളിൽ അവന് ഒരു വ്യത്യസ്തമായ ആത്മാവ് ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. അവന്റെ വിശ്വാസത്തിന്റെ ആത്മാവ് ദുഷിച്ചവരായിത്തീരുകയും പുറത്താക്കപ്പെടുകയും ചെയ്തവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എന്നാൽ എന്റെ ദാസനായ കാലേബിനു വേറൊരു ആത്മാവ് ഉണ്ടായിരിക്കുകയും പൂർണ്ണഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നതുകൊണ്ടു അവൻ പോയിരുന്ന ദേശത്തേക്കു ഞാൻ അവനെ കൊണ്ടുപോകും. അവന്റെ സന്തതി അതു കൈവശമാക്കും. എല്ലാവരോടുമായി യോശുവയും കാലേബും പാലും തേനും ഒഴുകുന്ന കനാനിൽ പ്രവേശിച്ചു. ഇതൊരു ചരിത്രസംഭവമായി മാത്രം കാണരുത്. പകരം നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായി യോശുവയെയും കാലേബിനെയും പോലെ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കാം. അത്തരത്തിലുള്ള വിശ്വാസം നമുക്കില്ലെങ്കിലോ? ലോകത്തിലെ ജനങ്ങൾ ഇതുപോലെയാണ് ജീവിക്കുന്നത് എന്ന് നാം പറയും. അപായകരമായ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം വേദനയിലാണ്. അത് പുറമേ നന്നായി പൊതിഞ്ഞിരിക്കുന്നു. ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും ജീവിതം. അതിനാൽ ദൈവം മനുഷ്യരാശിയുടെ ജീവിതത്തെ അനുകമ്പയോടെ നോക്കുന്നു. എന്നാൽ ഇനി മരണമോ വിലാപമോ ദുഃഖമോ ഉണ്ടാകാത്തതും കവിഞ്ഞൊഴുകുന്ന ആനന്ദം മാത്രമുള്ള ഒരു ലോകം അവിടുന്ന് നമുക്കു വേണ്ടി ഒരുക്കിയിട്ടില്ലേ? ഇസ്രായേല്യർക്കു വേണ്ടി പാലും തേനും ഒഴുകുന്ന കനാൻ ഒരുക്കിയതുപോലെ അവിടുന്ന് നമുക്കു വേണ്ടി സ്വർഗരാജ്യം ഒരുക്കുന്നു. നമുക്ക് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 30-ാം വാക്യം നോക്കാം. കനാനിൽ പ്രവേശിക്കുവാൻ ദൈവം യോശുവയെയും കാലേബിനെയും തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ രീതിയിൽ അത്തരം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദൈവത്തെ സമീപിക്കുന്നവരായി മാറാൻ കഴിയും. 14-ാം അധ്യായം 30-ാം വാക്യം: യെഫുന്നെയുടെ മകനായ കാലേബും നൂന്റെ മകനായ യോശുവയും അല്ലാതെ നിങ്ങളിൽ ഒരുത്തനും വാസസ്ഥലം ഉണ്ടാക്കുമെന്നു ഞാൻ സത്യം ചെയ്ത ദേശത്തു പ്രവേശിക്കയില്ല. യോശുവയും കാലേബും നന്നായി ചെയ്തത് നാം പരിഗണിക്കുമ്പോൾ അവർ ഒരിക്കലും ഒരു നിമിഷം പോലും കനാനോടുള്ള പ്രത്യാശ ഉപേക്ഷിച്ചില്ല. അവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ മുഴുവൻ ഭാവിയും അതിൽ നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് കാനാനെ കീഴടക്കുവാൻ കഴിഞ്ഞു.
നമുക്ക് യോശുവ 18 അധ്യായം എടുക്കാം. യോശുവ 18 അധ്യായം 3 വാക്യം. അങ്ങനെ യോശുവ ഇസ്രായേല്യരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ തുടങ്ങും മുമ്പേ നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കും? മറ്റൊരു വിവർത്തനത്തിൽ നിങ്ങൾ ദേശം കീഴടക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എത്ര നേരം കാത്തിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇസ്രായേല്യർക്ക് കനാൻ നൽകുമെന്ന് ദൈവം ഇതിനകം വാഗ്ദാനം ചെയ്തില്ലേ? ദൈവം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതിനാൽ അവരുടെ ദൗത്യം എന്നത് അത് പോയി കൈവശമാക്കുക എന്നതായിരുന്നു. എന്നിരുന്നാലും 7 ഗോത്രങ്ങളും സംശയിക്കുകയും മടിക്കുകയും ചെയ്തു. അവർ പ്രവർത്തിക്കാൻ മടിച്ചു. അവർ ദേശം കീഴടക്കാൻ വൈകിയതിനാൽ യോശുവ നിരാശനായി. അതിനാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ തുടങ്ങും മുമ്പേ എത്രത്തോളം കാത്തിരിക്കും? മറുവശത്ത് കാലേബ് അവരെ പോലെയായിരുന്നില്ല. എന്തുകൊണ്ടാണ് യോശുവയെയും കാലേബിനെയും കനാനിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചത്? നമുക്ക് യോശുവ 14 അധ്യായം 6 വാക്യം നോക്കാം. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശെയോട് കാദേശ് ബർന്നേയിൽ വെച്ചു പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർന്നേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്നു സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശെയോട് ഈ വാക്കു കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നതുപോലെ ജീവനോടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്നു കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്കു തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്നു കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചുകളയും. കാലേബിന് 85 വയസ്സുണ്ടായിരുന്നിട്ടും അവൻ ഹെബ്രോൻ ദേശത്തിനായി ചോദിച്ചു. ഏറ്റവും ശക്തരായ ഗോത്രങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു അത്. ആ ദേശവും വാഗ്ദത്തദേശമായിരുന്നതിനാൽ ദൈവം തന്നോടൊപ്പമുണ്ടാകുമെന്ന് അവൻ വിശ്വസിച്ചു. മറ്റുള്ളവർ മടിച്ചു നിൽക്കുമ്പോൾ 85 വയസ്സുള്ള കാലേബ് തന്റെ വിശ്വാസത്തിൽ ഒരു കുറവും വരുത്താതെ യോശുവയെ സമീപിക്കുകയും ദൈവം അനുവദിച്ചാൽ ദേശം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദൈവം ഇസ്രായേല്യർക്ക് കനാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ ഏറ്റവും ശക്തരായ ആളുകളെപ്പോലും പുറത്താക്കുവാൻ ദൈവം അവരെ സഹായിക്കുമെന്നും അവൻ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായത്. ഇത് നോക്കുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വിശ്വാസ മനോഭാവം ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വാഗ്ദത്തദേശമായതിനാൽ ഒരു കുട്ടിക്ക് പോലും അതിനെ കീഴടക്കാനാകുമെന്ന വിശ്വാസത്തോടെ കാലേബ് എല്ലായ്പ്പോഴും ദേശം കീഴടക്കുന്ന പ്രവൃത്തിയിൽ പങ്കുചേർന്നു. മറുവശത്ത് ശത്രുക്കൾ തങ്ങളെക്കാൾ ശക്തരാണെന്ന് തോന്നുന്നതിനാൽ മറ്റുള്ളവർ മടിച്ചു, ഭയപ്പെട്ടു.
യോശുവ എത്രമാത്രം നിരാശനായിരുന്നിരിക്കണം. ആ ദിവസം വരെ അവർ അനേകം ദേശങ്ങൾ കീഴടക്കിയിരുന്നെങ്കിലും ഈ ദേശം കീഴടക്കാൻ മുന്നോട്ടു പോകാൻ അവർ മടിച്ചു. അവർക്ക് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ തികഞ്ഞ വിശ്വാസമില്ലാതിരുന്നത് കൊണ്ടായിരുന്നു അത്. നിത്യമായ സ്വർഗീയ കനാൻ അടുത്തുവരികയാണ്. ആ നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആർക്കാണ് കഴിയുക? യോശുവയുടെയും കാലേബിന്റെയും കഥയിലൂടെ അവിടുത്തെ പൂർണ്ണമായി നോക്കാനും അവിടുത്തെ ആശ്രയിക്കാനും അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനും വിശ്വാസം ഉണ്ടായിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. ദയവായി ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഇനി മരണമോ ദുഃഖമോ ഇല്ലാത്ത തേജസ്സുള്ള ലോകത്തിൽ നിത്യസന്തോഷവും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് യോശുവ 1-ാം അധ്യായം നോക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ടു യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്കു കൊടുക്കുന്ന ദേശത്തേക്കു കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കു തന്നിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമായിരുന്നു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ നിങ്ങൾക്കു തരും. അതിലെ നിവാസികൾ എത്ര ശക്തരായാലും അത് അവർക്ക് നൽകുമെന്ന് ദൈവം ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തു. വാക്യം 4. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറു മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക, ഞാൻ അവർക്കു കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഈ വിധത്തിൽ കനാൻ ദേശത്തെക്കുറിച്ച് ദൈവം അവൻ ഉറപ്പു നൽകുകയും അവിടുത്തെ വചനം അനുസരിച്ച് അവിടുന്ന് തന്റെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു. ഇസ്രായേലിയ സൈന്യം ദുർബലമായിരുന്നപ്പോൾ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ അവിടുന്ന് കൽമഴ പെയ്യിച്ചു. ദൈവം അവനെ എപ്പോഴും സഹായിച്ചിരുന്നു. നമ്മളും ദൈവം എപ്പോഴും നമ്മെ സഹായിക്കുന്നുവെന്ന് അനുഭവിക്കുകയും തിരിച്ചറിയുകയും വേണം. യോശുവയും കാലേബും കനാനിൽ തങ്ങളുടെ സമ്പൂർണ്ണ പ്രത്യാശ വയ്ക്കുകയും അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തതുപോലെ നാമും അവരെ പോലെ ആകുവാൻ ശ്രമിക്കണം. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശ്വാസത്തിന്റെ ആത്മാവ് ഉള്ളവരായി നാം അംഗീകരിക്കപ്പെടും. തുടർന്ന് 6-ാം വാക്യം നോക്കാം. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക, ഞാൻ അവർക്കു കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. വാക്യം 7. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അതുവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നു നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതു പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അതു ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കെ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്, അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. ഇതാണ് നമ്മുടെ സുവിശേഷം. സുവിശേഷത്തിന്റെ ഓരോ ഘട്ടവും പരിശോധിക്കുമ്പോൾ നമുക്കായി എപ്പോഴും വഴി തുറക്കുന്നത് ദൈവമാണ്. ദൈവം എങ്ങനെയാണ് കോരശിനുള്ള വഴിയൊരുക്കിയതെന്ന് ചിന്തിക്കുക.
അദ്ദേഹം മറ്റ് രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടപ്പോൾ ദൈവം മുന്നോട്ട് പോയി എല്ലാ വാതിലുകളും തുറന്നു. ഇരുമ്പു കമ്പികളും തകർത്തു. വിജയത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു. കെയാരെഷിന് വിജയത്തിന്റെ മഹത്വം നൽകി. അതുപോലെ ഇന്ന് ഞങ്ങൾ അവരെ വിഴുങ്ങിക്കളയും എന്ന് ആക്രോശിച്ച യോശുവയെപ്പോലെ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് യോശുവയെപ്പോലെയാകാൻ കഴിയും. എല്ലാവർക്കും കാലേബ് ആകുവാൻ കഴിയും. ഉറച്ച വിശ്വാസത്തോടെ ഒരു നിമിഷത്തേക്ക് പോലും നാം സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തരുത്. സ്വർഗത്തിലേക്ക് പോകുന്നവർ എത്ര സന്തോഷവാന്മാരാണ്! നമുക്ക് സ്വർഗത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നാം എത്ര സന്തോഷമുള്ളവരായിരിക്കണം! ഇന്ന് ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് ഒരു ദിവസം അടുത്തു വന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതു മുതൽ എന്റെ സ്വർഗീയ മാതൃഭൂമിയിലേക്കുള്ള ഈ മഹത്തായ പാത അവിടുന്ന് തുറന്നിരിക്കുന്നു. ഇസ്രായേല്യർ അവരുടെ കഠിനമായ ജീവിതം 40 വർഷം സഹിച്ചു. എന്നാൽ 400 വർഷം കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും വിട്ടുകളയുകയില്ല. ഈ വിശ്വാസത്തോടെ സ്വർഗരാജ്യം അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് നാം ഈ യുഗത്തിലെ യോശുവയായിത്തീരണം. പുരുഷന്മാർക്ക് മാത്രമേ യോശുവയുടെ ആത്മാവ് ഉണ്ടായിരിക്കാൻ കഴിയൂ എന്ന നിയമമുണ്ടോ? നമ്മുടെ സഹോദരിമാർക്കും ഈ യുഗത്തിൽ യോശുവയെ പോലെയാകാൻ കഴിയും. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട യോശുവയുടെയും കാലേബിന്റെയും ആത്മാവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ലോകത്തിന്റെ വഞ്ചനയിൽ നാം ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. അത് പിന്നീട് വലിയ ഒരു ഖേദത്തിന്റെ ഉറവിടമായി തീരും. അത് വളരെ പ്രയാസകരമായിരിക്കും. നാം സഞ്ചരിക്കുന്ന പാത സ്വർഗീയ കനാനിലേക്ക് നയിക്കപ്പെടും. നാം ഇത് ഒരിക്കലും മറക്കരുത്. പക്ഷേ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ച് സ്വയം ഓർക്കുക. അങ്ങനെ പിതാവ് വരുന്ന ദിവസത്തിനായി നമുക്ക് സമൃദ്ധമായ വിശ്വാസം തയ്യാറാക്കാം. അത്തരം വിശ്വാസത്തോടെ മണവാളനെ സ്വാഗതം ചെയ്യുന്ന ജ്ഞാനികളായ 5 കന്യകമാരെ പോലെ നാം എല്ലാവരുമായി തീരട്ടെ. ഈ യുഗത്തിൽ നമുക്ക് യോശുവയുടെ ആക്രയാശം ആവശ്യമാണ്. യോശുവയെയും കാലേബിനെയും പോലെ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. നമ്മുടെ സ്വർഗീയ കുടുംബാംഗങ്ങളിൽ ആർക്കും സ്വർഗത്തിനായുള്ള അവരുടെ പ്രത്യാശ നഷ്ടപ്പെടില്ലെന്നും നമുക്കെല്ലാവർക്കും വാഗ്ദാന ദേശത്തിലേക്ക് സമ്പന്നമായ സ്വാഗതം ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.